ഹായ് ഓൾ, വെൽക്കം ടു സ്പാർട്ടൻസ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രി സിലബസിലുള്ള കൈനറ്റിക്സ് ഓഫ് ഇലക്ട്രോഡ് റിയാക്ഷൻ റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്തായിരുന്നു? ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ? നമ്മളുടെ ഗാൽവനിക് സെല്ലിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഗാൽവനിക് സെൽ എടുക്കുകയാണെങ്കിൽ കെമിക്കൽ എനർജി, ഒരു സ്പോണ്ടേനിയസ് ആയി നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ടുള്ള കെമിക്കൽ എനർജി എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഗാൽവനിക് സെല്ലിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എങ്ങനെയാണ്? ഇലക്ട്രോലിറ്റിക് സെല്ലില് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്തുകൊണ്ട് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഗാൽവനിക് സെല്ലില് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സാധാരണ നമ്മളുടെ ഫ്യൂവൽ സെല്ല്, ബാറ്ററീസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടല്ലേ, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന കെമിക്കൽ എനർജി നമ്മൾ യൂസ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുമ്പോൾ ഒരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ്? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. സോ അതിന്റെ ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് അല്ലെ, പലതരത്തിലുള്ള കണ്ടക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ മോളാർ കണ്ടക്റ്റൻസ്, ഇക്വലന്റ് കണ്ടക്റ്റൻസ്, അതുപോലെ തന്നെ സ്പെസിഫിക് കണ്ടക്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നോക്കൂ, ഇങ്ങനെയുള്ള റിയാക്ഷൻസുകൾ കംപ്ലീറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഇലക്ട്രോഡ് സർഫസിലാണ്, അല്ലെ? ഇലക്ട്രോഡിന്റെ സർഫസ്. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോ കെമിസ്ട്രി, ഒരു ഗാൽവനിക് സെല്ല് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു ആനോഡും ഉണ്ടാവും, ഒരു കാഥോഡും ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ഒരു ഇലക്ട്രോഡ്സ് ഉണ്ടാവും, അല്ലെ? ആ ഒരു ഇലക്ട്രോഡ് സർഫസിലാണ് എന്തെന്ന് സംഭവിക്കുന്നത്? ഈ പലതരത്തിലുള്ള റിയാക്ഷൻസ് നടക്കുന്നത്. ഇപ്പൊ ആനോഡ് എടുക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് നടക്കുന്നത് ആനോഡ് സർഫസിലാണ്. കാഥോഡ് എടുക്കുകയാണെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. അപ്പം ഈ ഒരു നടക്കുന്ന പ്രോസസ്സിന്റെ കൈനറ്റിക്സ്, അതായത് റേറ്റ് ഓഫ് റിയാക്ഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന ഇലക്ട്രോഡ് റിയാക്ഷൻസുകൾ എന്തൊക്കെയാണ്? ഓക്സിഡേഷൻ എവിടെ നടക്കുന്നു, റിഡക്ഷൻ എവിടെ നടക്കുന്നു, ടോട്ടൽ സെൽ പൊട്ടൻഷ്യൽ എന്താണ്, റിഡക്ഷൻ, ആ ഒരു ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ തന്നെ ഓവറോൾ സെൽ പൊട്ടൻഷ്യൽ എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ, അല്ലെ, നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ ഇലക്ട്രോ കെമിസ്ട്രീന്റെ ഇൻട്രൊഡക്ഷൻ പോലെ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രീന്റെ ബേസിക് കൺസെപ്റ്റുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലായിട്ടുള്ള ടോപ്പിക്കാണ് കൈനറ്റിക്സ് ഓഫ് ഇലക്ട്രോഡ് റിയാക്ഷൻ. അതായത് ഈ റിയാക്ഷൻസുകൾ, ഈ ഒരു ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷനും കാഥോഡിൽ നടക്കുന്ന റിഡക്ഷനും മാത്രമല്ല, പലതരത്തിലുള്ള റിയാക്ഷൻസ് ആ ഒരു ഇലക്ട്രോഡിന്റെ സർഫസിൽ നടക്കുന്നുണ്ട്. അതിന്റെ റേറ്റ്, അപ്പൊ ഈ ഒരു ഇലക്ട്രോഡ് സർഫസിൽ നടക്കുന്ന റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയായിരിക്കും, അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് കൈനറ്റിക്സ് ഓഫ് ഇലക്ട്രോഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇലക്ട്രോഡ് റിയാക്ഷന്റെ കൈനറ്റിക്സിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രോസസ്സുകളാണ് ഒരു ഇലക്ട്രോഡിന്റെ സർഫസിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെ? ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ആദ്യം നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ട്രാൻസ്പോർട്ട് ഓഫ് സ്പീഷീസ് ടു ദ ഇലക്ട്രോഡ്, അല്ലെ? നമ്മൾ ഇപ്പം നമ്മളുടെ ഒരു ഇലക്ട്രോലിറ്റിക് സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവനിക് സെൽ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ആനോഡ് കമ്പാർട്ട്മെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പം ആനോഡ് നമുക്കിപ്പോൾ ഒരു ഗാൽവനിക് സെല്ല് തന്നെ കൺസിഡർ ചെയ്യാം. ഗാൽവനിക് സെൽ എങ്ങനെയാണ്? നമ്മൾ ആനോഡായിട്ട് സിങ്ക് ആനോഡ് ഡിപ്ഡ് ഇൻ ZnSO4 സൊല്യൂഷൻ, അല്ലെ? അതുപോലെ നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ കോപ്പർ ഇലക്ട്രോഡ്, അതിന്റെ അയൺസ് ഉള്ള CuSO4 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ആനോഡും നമ്മളുടെ കാഥോഡും. ഇത് നമ്മളുടെ ആനോഡ്, നമ്മളുടെ കാഥോഡ്. ഓക്കെ, സോ ഇതില് ആനോഡിന് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ നടക്കുന്നു. കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ നടക്കുന്നു,
അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. സോ ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്, ഒരു ഇലക്ട്രോഡ് സർഫസിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണ്, ട്രാൻസ്പോർട്ട് ഓഫ് സ്പീഷീസ് ടു ദ ഇലക്ട്രോഡ് അല്ലെ. ഇങ്ങനെ നമുക്ക് ബൾക്ക് സൊല്യൂഷനിൽ എന്തുണ്ട്, ഈ Zn2+, SO4 2- തുടങ്ങിയ അയോൺസ് ഇവിടെ ഉണ്ട്. Cu2+, SO4 2- പറഞ്ഞ അയോൺസ് കാഥോഡ് സൊല്യൂഷനിലുണ്ട്. ബൾക്കിൽ നിന്നും ഇലക്ട്രോഡ് സർഫസിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോഡ് സർഫസിൽ നിന്നും ബൾക്കിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഒരു സ്പീഷീസുകളുടെ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടാവും. സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അത് പലതരത്തിൽ ട്രാൻസ്പോർട്ട് നടക്കാം. എങ്ങനെ, മൈഗ്രേഷൻ നടക്കാം, മൂവ്മെന്റ് ഓഫ് അയോൺസ് അണ്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ മൈഗ്രേഷൻ നടക്കാം അല്ലെ. ഡിഫ്യൂഷൻ നടക്കാം, മൂവ്മെന്റ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലെ. ഒരു കോൺസെൻട്രേഷൻ ചേഞ്ചസിന്റെ ബൾക്കിലും ഇലക്ട്രോഡ് സർഫസിലുമുള്ള കോൺസെൻട്രേഷൻ ഡിഫറൻസിന്റെ ഫലമായിട്ട് എന്തായാലും എന്ത് സംഭവിക്കാം, ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് സ്പീഷീസിന്റെ ട്രാൻസ്പോർട്ട് നടക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ആനോഡ് റിയാക്ഷനിൽ എന്തായിരിക്കും നടക്കുക, Zn എന്തായി കൺവേർട്ട് ചെയ്യാണ്, സിങ്ക് 2++2 ഇലക്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് അല്ലെ. 2++2 ഇലക്ട്രോഡ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കുവാണ്. അപ്പം ഈ ഇലക്ട്രോഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോഡിന്റെ ഈ തൊട്ടടുത്തൊക്കെ എന്തുണ്ടാവും, Zn2+ അയോൺസ് ഉണ്ടാവും. ബൾക്കിലേക്കാൾ കൂടുതൽ സിങ്ക് 2+ അയോൺസ് എവിടെ ഉണ്ടാവും, ഈ ഇലക്ട്രോഡ് സർഫസിന് ചുറ്റും ഉണ്ടാവും. സോ അവിടെ ഒരു ഇലക്ട്രോഡ് സർഫസിന് കൂടുതൽ സിങ്ക് 2+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ബൾക്കിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത് കാരണം അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യില്ലേ. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവാം, മൂവ്മെന്റ് നടക്കാം അല്ലെ. ബൾക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ബൾക്കിൽ നിന്നും സർഫസിലേക്ക്. അപ്പം കോപ്പറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ. Cu2+ എന്തായി മാറാണ്, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആയി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ബൾക്കിൽ നിന്നും എന്ത് ചെയ്യാം, സൊല്യൂഷൻ കോപ്പറിനെ സ്വീകരിച്ചുകൊണ്ട്, ആ സ്പീഷീനെ സ്വീകരിച്ചുകൊണ്ട് ഇലക്ട്രോണിന് എന്ത് സംഭവിക്കാം, ഇവിടെ റിഡക്ഷൻ നടക്കാം. സോ ബൾക്കിൽ നിന്ന് ഇലക്ട്രോഡ് സർഫസിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോഡ് സർഫസിൽ നിന്ന് ബൾക്കിലേക്ക് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് രൂപപ്പെടുന്നതിന്റെ ഫലമായിട്ടുള്ള മൂവ്മെന്റ് നടക്കാം. ദെൻ കൺവെക്ഷൻ എന്താണ്, ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ ക്യാരിങ് സ്പീഷീസ് അല്ലെ. ഒരു എന്താണ് ഫ്ലൂയിഡ് മോഷൻ, ആ ഒരു നമ്മൾ എടുക്കുന്ന സൊല്യൂഷന്റെ ഫ്ലൂയിഡ് മോഷൻ ഈ സ്പീഷീസിനെ ക്യാരി ചെയ്ത് പോകുന്ന ആ ഫ്ലൂയിഡിന്റെ മോഷന്റെ ഫലമായിട്ടുള്ള ട്രാൻസ്പോർട്ടും നടക്കാം. അങ്ങനെ മൈഗ്രേഷൻ, ഡിഫ്യൂഷൻ, കൺവെക്ഷൻ ഒക്കെ ഫലമായിട്ട് ഒരു സ്പീഷീസിന്റെ എന്താണ്, ആ ഒരു ഇലക്ട്രോലൈറ്റ് സെല്ലിൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിലുള്ള സ്പീഷീസിന്റെ ട്രാൻസ്പോർട്ട് നടക്കാം. എവിടെ, ഇലക്ട്രോഡ് സർഫസിലേക്ക്, അല്ലെങ്കിൽ ഇലക്ട്രോഡ് സർഫസിൽ നിന്നും ബൾക്കിലേക്ക് നടക്കാം. ദെൻ another important process that occur in an electrode is electron transfer reaction അല്ലെങ്കിൽ ഇലക്ട്രോഡ് റിയാക്ഷൻ. ഏതൊക്കെയാണ് സാധാരണ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആയിട്ടുള്ള ഓക്സിഡേഷൻ, ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ, that means loss of electron by species at electrode, and reduction, കാഥോഡിൽ നടക്കുന്നതാണ് എന്ത്, റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് എന്ത്, ശരിക്കും നമ്മുടെ ഫണ്ടമെന്റൽ ചാർജ് ട്രാൻസ്ഫർ സ്റ്റെപ്പ്. ആ ഒരു ഇലക്ട്രോഡ് സർഫസിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആ ഒരു ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻ നടന്ന് നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then another process at electrode is formation of electrical double layer. Okay, നമ്മൾ ഒരു എന്താ പറയാ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷൻ പറയാറുണ്ട് അല്ലെ. ഇങ്ങനെ at the electrode electrolyte interface charges arrange themselves forming a double layer. അതായത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോഡ് സർഫസ് ഞാൻ പറഞ്ഞു, സപ്പോസ് എടുക്കുകയാണെങ്കിൽ ഞാൻ നമ്മളുടെ ആനോഡ് എടുക്കുകയാണ്, സിങ്ക് ആണ് നമ്മളുടെ ആനോഡ്. സിങ്കിൽ എന്തുണ്ടാവും, സിങ്ക് എന്തിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവുക, സിങ്ക് ആനോഡ് നമ്മളുടെ സിങ്ക് SO4 അല്ലെ, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബൾക്കിൽ എന്തുണ്ട്, Zn2+, SO4 2- അയൺസ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഇലക്ട്രോഡ് സർഫസിൽ നമ്മുടെ ആനോഡ് ആണെന്ന് പറഞ്ഞു. ആനോഡ് ആകുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പം സിങ്ക് എന്തായി കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് സിങ്ക് 2+ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ഇതിന്റെ ഫലമായിട്ട് ഈ ഒരു ഇലക്ട്രോഡ് സർഫസിനടുത്ത്, ഓക്കെ, ഇലക്ട്രോഡ് സർഫസിൽ നമ്മൾ ഇലക്ട്രോഡിലേക്ക് എന്ത് കൊടുക്കുകയാണ്, ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്. ഇലക്ട്രോഡ് സർഫസിൽ നിന്നും Zn2+ അല്ലെ, സിങ്ക് 2+ ആണ് ആ ഒരു ഇലക്ട്രോഡ് സർഫസിനടുത്ത് ചുറ്റും ആ ഒരു സിങ്ക് 2+ സൊല്യൂഷനിലേക്ക് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് സിങ്ക് 2+ അയോൺസ് ഉണ്ടാവും.
ഓക്കെ, നോക്കൂ, ഇലക്ട്രോഡിനകത്തൊരു നെഗറ്റീവ് ചാർജ്, സ്വാഭാവികമായിട്ടും സിങ്ക് 2+ ഒരു പോസിറ്റീവ് ചാർജ് ആണല്ലോ, തമ്മിൽ എന്താണ് ഒരു ഇന്ററാക്ഷൻ, ഒരു അട്രാക്ഷൻ, ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ചാർജസ് എന്ത് ചെയ്യും, ഒരു ഡബിൾ ലെയർ പോലെ അല്ലെ, ഒരു പോസിറ്റീവ് ചാർജിന്റെ അറേ സൊല്യൂഷൻ അടുത്തും നെഗറ്റീവ് ചാർജസിന്റെ അറേ ഇലക്ട്രോഡ് സർഫസിന്റെ അടുത്തും ഉണ്ടാവും. അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ പലതരത്തിൽ അതിന്റെ മോഡൽ പറയാറുണ്ട്. ഹെൽമോൾട്സ് മോഡല്, ഗോയ് ചാപ്മാൻ മോഡല്, സ്റ്റേൺ മോഡല്, ഇതൊക്കെ ഈ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ മോഡലിന്റെ എന്താണ് കൺസിഡറേഷൻ ആണ്, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ മോഡലുകളാണ്. ഹെൽമോൾട്സ് മോഡൽ പറയാറുണ്ട്, ഗോയ് ചാപ്മാൻ മോഡൽ, അതുപോലെ സ്റ്റേൺ മോഡലൊക്കെ പലതരത്തിലുള്ള അതായത് അയൺസ്, ഈ ഒരു ചാർജസ് എങ്ങനെയാണ് ആ ഒരു ഡബിൾ ലെയേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ള പല മോഡലുകളാണത്. അപ്പം ഇങ്ങനെ ഒരു ഈ ഇലക്ട്രോഡ് റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷൻ നടക്കും. അതെന്ത് ചെയ്യും, ദിസ് അഫക്ട്സ് ഇലക്ട്രോഡ് കൈനറ്റിക്സ് ആൻഡ് കപ്പാസിറ്റൻസ് അല്ലെ. ഇങ്ങനെ ഒരു നമുക്ക് ഒരു ഇലക്ട്രോഡ് പ്രോസസ്സിന്, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ആനോഡിൽ നടക്കേണ്ട റിയാക്ഷൻ എന്താണ്, എൻ്റെ ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കണം. ഫസ്റ്റ് സാധാരണഗതിയിൽ നിൽക്കുമ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നതിന്റെ ഫലമായിട്ട് ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷൻ വന്നിട്ടുണ്ടാവുമല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിന്റെ അറേഞ്ച് എന്തായാലും ഒരു ഡബിൾ ലെയർ ഫോർമേഷൻ വന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ ഫർദർ ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ നടക്കുന്നതിനെ എഫക്ട് ചെയ്യും, ഈ ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എഫക്ട് ചെയ്യും. സപ്പോസ് ഇപ്പം കോപ്പർ എടുക്കുകയാണ്, കോപ്പറിൽ റിഡക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കോപ്പറിൽ റിഡക്ഷൻ, എൻ്റെ കോപ്പറിന്റെ ഇലക്ട്രോഡ് ഇതാണ്, ഇതിന് ചുറ്റും കോപ്പറിലേക്ക് റിഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം, Cu2+ അയോൺസ് ബൾക്കിൽ നിന്നും കോപ്പറിലേക്ക് വന്ന് ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആയി മാറുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ പോസിറ്റീവ് നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിനെ ഡിഫ്യൂസ് ചെയ്ത് ഇലക്ട്രോഡിനടുത്തേക്ക് വരാനുള്ള ടെൻഡൻസി ആദ്യമുള്ളതിന്റെ അത്രയും ഇഫക്റ്റീവ് ആയിട്ടുണ്ടാവുമോ? ഇല്ല. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഡബിൾ ലെയർ ഫോർമേഷൻ നടന്നിരിക്കണം. ആ ഒരു ഡബിൾ ലെയറിനെയും താണ്ടി വേണം ഈ ഇലക്ട്രോഡ് സർഫസിനടുത്തേക്ക് ആര് വരാൻ, എൻ്റെ ബൾക്കിൽ നിന്നും അയോൺസ് വരാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്തായാലും ആദ്യം നടന്ന അത്രയും ഫാസ്റ്റില്, ഇനിഷ്യലി നടന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ഷൻസ് നടക്കില്ല. അപ്പം കൈനറ്റിക്സിനെ അഫക്ട് ചെയ്തു. ഈ ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷന്റെ ഫലമായിട്ട് എൻ്റെ ആ ഒരു എന്താ പറയുക ഡിസൈഡ് ഇലക്ട്രോഡ് റിയാക്ഷന്റെ കൈനറ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റേറ്റിനെയൊക്കെ അത് എന്താണ് ബാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളുടെ ഇലക്ട്രോഡ് സർഫസിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് സർഫസ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡീസോർപ്ഷൻ നടക്കാം. അതായത് എൻ്റെ ഇലക്ട്രോഡ് സർഫസിലേക്ക് ഏതെങ്കിലും റിയാക്ടൻസ്, ഇന്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനൊക്കെ അഡ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ ഇലക്ട്രോഡ് സർഫസിൽ നിന്നും ഉണ്ടായിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെയോ ഇന്റർമീഡിയറ്റ്സിൻ്റെയോ ഒക്കെ ഡീസോർപ്ഷൻ നടക്കാം. അങ്ങനെയുള്ള റിയാക്ഷൻസിന് പോസിബിലിറ്റീസ് ഉണ്ട്. ഈ രീതിയിലുള്ള അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡീസോർപ്ഷൻ ഒന്നെങ്കിൽ എൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. ചില പ്രോസസ്സുകൾ എൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആക്കും, കാറ്റലൈസ് ചെയ്തെടുക്കും. ചില പ്രോസസ്സുകൾ, അതായത് ചില തരത്തിലുള്ള സബ്സ്റ്റൻസിന്റെ അഡ്സോർപ്ഷൻ എൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ, നമ്മുടെ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്ത് ചെയ്യും, അത് ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് സർഫസിനടുത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ നടക്കാം. സംടൈംസ് ആഫ്റ്റർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എ കെമിക്കൽ സ്റ്റെപ്സ് ഫോളോസ്. പലതരത്തിൽ അല്ലെ, പ്രോട്ടോണേഷൻ അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്കിംഗ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് റീജനറേഷൻ പോലെയുള്ള പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടന്നു കഴിയുമ്പം ഉണ്ടാവുന്ന സ്പീഷീസിന് പലതരത്തിലുള്ള പ്രോട്ടോണേഷനോ ബോണ്ട് ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള റിയാക്ഷൻസ് അവിടെ നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ പ്രൊഡക്റ്റ് റിമൂവൽ. ദ പ്രൊഡക്റ്റ് മസ്റ്റ് ഡീസോർബ് ആൻഡ് ഡിഫ്യൂസ് അവേ ഫ്രം ഇലക്ട്രോഡ് ടു മെയിൻറ്റെയിൻ റിയാക്ഷൻ ഫ്ലോ. അല്ലെ, നമ്മളിപ്പം ഒരു ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ എൻ്റെ ഇലക്ട്രോഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ആ ഇലക്ട്രോഡിൽ നിന്നും ഡിഫ്യൂസ് ചെയ്ത് ബൾക്കിലേക്ക് പോകണം. കാരണം എന്താണ്, എനിക്ക് അവിടെ ഇലക്ട്രോഡ് റിയാക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കണം അല്ലെ. എൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡായിട്ട് തന്നെ അത് നിലനിൽക്കേണ്ടത്. കാരണം അങ്ങനെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഇലക്ട്രോഡ് റിയാക്ഷൻ ട്രാൻസ്ഫർ നടന്നതിൻ്റെയും അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെപ്പ് ഒക്കെ നടന്നതിന്റെ ഫലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റ് ഫോർമേഷൻ എൻ്റെ ഇലക്ട്രോഡ് സർഫസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഫ്യൂസ് ചെയ്ത് പോയാൽ മാത്രമേ എനിക്ക് എൻ്റെ റിയാക്ഷൻ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.
ഇതൊക്കെയാണ് പലതരത്തിലുള്ള ഇലക്ട്രോഡ് പ്രോസസ്സ് നടക്കുന്നത് ഇലക്ട്രോഡ് സർഫസിൽ. ഇനി ഇങ്ങനെ നടക്കുന്ന ഇലക്ട്രോഡ് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഇലക്ട്രോഡ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇലക്ട്രോളിറ്റിക് പോളറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇലക്ട്രോളിറ്റിക് പോളറൈസേഷൻ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.